இருவரும் பொடி நடையாக அமெரிக்காவை வலம் வருவோம். கடல் மேல் சிவப்பு கம்பளம் விரித்து ஐரோப்பாவில் குடிபுகுவோம். நம் காதலை கவி பாடவே செல்லியும் வைரனின் கல்லறை தூக்கத்தை கலைத்திடுவோம். stylish dance steps. புரியுது. நானும் எனக்கே எனக்கா song placement. எனக்கே romantic, romantic, feel good romantic അല്ലേ? അത് റിച്ചും കൂടി ആയതുകൊണ്ട് ഒരു ക്ലീശ അടിക്കുന്നില്ല ഇവിടെ. സോങ് വന്നതൊന്നല്ല അല്ലേ? Heart pleasing. ചാരു അങ്ങനെ ഒരു പ്യൂർ ലവ് സംഭവം കാണിച്ചിട്ടാ. I feel this era won't have this kind, അല്ലേ? അതൊരു ക്ലീശയാണല്ലോ ഇപ്പൊ ഇങ്ങനെ കാണിച്ചിട്ടില്ല. പണ്ട് ഭയങ്കര രസത്തിൽ കണ്ടു. ലവിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് അതായത് നല്ല രസമായിട്ട് தாஜ்மஹால் எனக்கே எனக்கா வயிற்றில் வந்த நந்தவனம் எனக்கே எனக்கா பாக்கெட் சைஸில் வெண்ணிலவு எனக்கே வந்த பெண் கவிதை எனக்கே எனக்கா உன்னை எடுத்து உடுத்திக்கலாமா உதட்டி மேலே படுத்துக்கலாமா பட்டு பூவே குட்டி தீவே விரலிடை தொட வரம் கொடமா ஹைர ஹைர ஹைரப்பா ஹைர ஹைர ஹைரப்பா 50 kg தாஜ்மஹல் எனக்கே எனக்கா வயிற்றில் வந்த நந்தவனம் எனக்கே எனக்கா ഒരു കോമ്പിനേഷൻ രസം വേണം. ലൊക്കേഷൻ പിന്നെ പറയണ്ട. ഐശ്വര്യയുടെ കുറച്ചുകൂടി മോഡൽ എലമെന്റ്സ് ആവുന്നുണ്ട് ഈ മൂവിയിൽ കുറെ കാണിച്ചത്. அந்த இருவரும் பொடி நடையாக அமெரிக்காவை வலம் வருவோம். கடல் மேல் சிவப்பு கம்பளம் விரித்து ஐரோப்பாவில் குடிபுகுவோம். நம் காதலை கவி பாடவே செல்லியும் வைரனின் கல்லறை தூக்கத்தை கலைத்திடுவோம். stylish dance steps. வாடை காற்றுக்கு வயசாச்சு வாழும் பூமிக்கு வயசாச்சு கொடியுகம் போனாலே காதலுக்கு எப்போது வயசாச்சு ஹைர ஹைர ஹைரப்பா They are romance. പക്ഷേ ഈ സംഭവമൊക്കെ ഇപ്പൊ മിസ് ആവുന്നില്ല, മിസ് ചെയ്യുന്നില്ലേ?
ഭയങ്കര ഫീൽ ആയിരിക്കും. മിക്സിങ് അല്ലേ? അതങ്ങനെ കൊണ്ടുപോകാൻ തോന്നുന്നു. கூந்தலில் நின்றாடத்த பூமாலையே பூச்சூடவா சிந்தும் மழை துளி மண்ணில் வீழ்வது உன் கண்ணத்தில் முத்தாடத்த நானும் உன்னை முத்தாடவா இதயம் கொடுப்பது நின்றாலும் இரண்டோ நிமிடம் உயிர் இருக்கும் அன்பே என்னை நீ நீங்கினால் ஒரு கணம் என் உயிர் தாங்காது ஹைர ஹைர ஹைரப்பா ஹைர ஹைர ஹைரப்பா 50 kg தாஜ்மஹால் எனக்கா சைக்கிள் வந்த நந்தவனம் எனக்கே எனக்கா ஹைர ஹைர ஹைரப்பா ஹைர ஹைர ஹைரப்பா பாக்கெட் சைஸில் வெண்ணிலவு உனக்கே உனக்கு ஃபேக்ஸில் வந்த பெண் கவிதை உனக்கே உனக்கு உன்னை எடுத்து உடுத்திக்கலாமா മിക്സിങ് വരെ പാടാൻ உதட்டு மேலே படுத்துக்கலாமா முத்தமழையில் நனைஞ்சிக்கலாமா கூந்தல் கொண்டேத்து ஒட்டிக்கலாமா பட்டு பூவே குட்டி தீவே விரலிடை தொட வரம் கொடமா ஹைர 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 ஹைரப்பா പ്രത്യേകിച്ച് ഡാൻസ് കളിക്കുന്ന സമയത്ത് മോളെ ആക്ടിങ് ഐ ഫീൽ ആക്ടറാണ്. attitude. അല്ലേ? ചില സ്ഥലത്ത് കേറി നിൽക്കുന്നു ഐശ്വര്യ. പൊളി. ഗ്രേറ്റ് എന്നാ പറയാനുള്ളത്. കാരണം വെച്ചാൽ എസ്പെഷ്യലി ആ ഒരു സോങ് കൂടി വരുന്ന സമയത്ത് ലെങ്തി സോങ് ആണത് അല്ലേ, പക്ഷെ സ്റ്റിൽ നമ്മൾ പറയില്ലേ റിച്ച് ഇൻ എവറിത്തിങ്. അതാണ് സംഭവം. എല്ലാം കൊണ്ടും ഫ്രെയിമും എനിക്ക് ഇവിടെ എല്ലാം ബ്രില്യൻസ് ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു മൂവിയാണ് തോന്നുന്നത്. നമ്മളിപ്പോ കാണുന്ന സമയത്ത് കമ്പയർ ടു അതർ മൂവീസ് ലൈക്ക് അതർ ജോണർ മൂവീസിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഫീൽ ഓക്കെ ഇതൊരു റൊമാൻറ്റിക്കിലാണ് പോകുന്നത്, പക്ഷേ ദാറ്റ് സംതിങ് റൊമാൻറ്റിക്കിൽ തന്നെ നമ്മൾ പറയില്ലേ ദി ബെസ്റ്റ്. അതായത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ കാലഘട്ടത്തിൽ കണ്ടവർക്ക് ഐ ഫീൽ ടു വാച്ച് ഇൻ തിയേറ്റർ. ആ കാലഘട്ടത്തിൽ കണ്ടവർക്ക് ഭയങ്കര വേർത്ത് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മള് ഫുൾ മൂവി കണ്ടില്ലെങ്കിലും ഇത്ര കണ്ടപ്പോ തന്നെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതായത് നമ്മളറിയില്ലേ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷൻ മൊമെന്റോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആ ഒരു ത്രില്ലിംഗ് ഫാക്ടർ ഒക്കെ അത്യാവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഫീൽ ഗുഡ് ജോണറിൽ ഭയങ്കര രസം. നമ്മൾക്ക് കുറെ ത്രില്ലിംഗ് ഫാക്ടേഴ്സ് അല്ല, ത്രില്ലാണ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ടു ബി ബെസ്റ്റ്. പക്ഷെ ഇതിലെന്ന് പറയുന്നത് നമ്മളറിയില്ല ആ ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് കോമഡി ആ ഒരു അതില് പെർഫെക്റ്റ് ആയിട്ട് ആസ് ഓഫ് നൗ കണ്ടത് വരെ എന്ന് വെച്ചാൽ എല്ലാത്തിലും നീതി പുലർത്തിയിട്ടുണ്ട്. 100% ആണ് എല്ലാവരും എല്ലാ ഡിപ്പാർട്ട്മെന്റും കൊടുത്തിട്ടുണ്ട്. അതായത് പെർഫോമൻസ് ആയാലും ശരി, അല്ലെങ്കിൽ പെർഫോമൻസും എടുത്തു പറയേണ്ടതുണ്ട്. കാരണം വെച്ചാല് ഇപ്പൊ കഴിഞ്ഞ ആ ഒരു അന്താക്ഷരി സീനിലൊക്കെ നാസറിന്റെ ഒരു പെർഫോമൻസ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഐശ്വര്യ ഒരു ഇമോഷണൽ സീനും ആ സമയത്ത് ഏകദേശം എനിക്കൊന്നും അത്ര പടങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നല്ലേ. പക്ഷെ ഐശ്വര്യയുടെ ആ ഒരു എന്താ പറയുക ഏരിയ വരുന്ന സമയത്ത് ഭയങ്കര ഒരു ഡ്രമാറ്റിക് ഫീൽ എടുക്കുന്നുണ്ട്. പക്ഷെ ആ ഡ്രമാറ്റിക്കിൽ എന്തോ ഒരു രസം. പിന്നെ ആള് കുറച്ചും കൂടി ക്യൂട്ട് ആയിട്ടാണ് നമുക്ക് ഇതിനകത്ത് തോന്നുന്നത്. പിന്നെ അതുപോലെ സോങ്ങിൽ വരുന്ന സമയത്തും ഐശ്വര്യയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, മോഡൽ ആറ്റിറ്റ്യൂഡ്. ചില സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ല ആ ഒരു സ്ഥലത്തൊക്കെ ആ ഒരു ഫോക്കസ് പോയത് ഐശ്വര്യക്കായിരുന്നു. പ്രശാന്ത് ബാക്കിൽ നിൽക്കുന്ന സമയത്തും ഐശ്വര്യക്ക് നല്ലൊരു ഫോക്കസ് പോയി. പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് വരുന്ന സമയത്ത് വേറെ ലെവൽ കേട്ടോ. ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര രണ്ടുപേർക്കും മോഡൽ ലുക്ക് ഉണ്ട്. അത് ഐ ഫീൽ ബിക്കോസ് രണ്ടുപേരുടെ ഫേസിൽ ആ ഒരു നിഷ്കളങ്കതയുണ്ട്. ഭയങ്കര പ്രശാന്തിന്റെ ഫേസിലാണെങ്കിൽ പക്ക ഇന്നസെൻസ് നിഷ്കളങ്കത എന്ന് വെച്ചാൽ അതിന് വേറൊരു അർത്ഥം ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ അതുമാതിരി ഫേസ് ഭയങ്കര പാവം ഫേസ്. ഐശ്വര്യ ആയാണെങ്കിലും ഭയങ്കര പാവം പ്ലസ് എന്താ ഭയങ്കര ക്യൂട്ട് ഇന്നസെന്റ് രണ്ട് നമ്മൾ പറയില്ല അങ്ങനെയാണ്. പിന്നെ ആണെങ്കിലും നാസർ ആണെങ്കിലും എല്ലാരും ഭയങ്കര ഗുഡാണ്. പിന്നെ അതുപോലെ നമ്മളെ പാട്ടി പിന്നെ പറയണ്ട പാട്ടിയുടെ റോള് ഇപ്പൊ എല്ലാവരും നല്ലവരാണ്. ഇതിലാരാ കെട്ടവർ? ഇതിലാര് കെട്ടവര്? എല്ലാം പോസിറ്റീവാണ്. പോസിറ്റീവായിട്ട് ഭയങ്കര പോസിറ്റീവ് വൈബിലാണ് പടം പോകുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും അജിത് സാറിന് പോകേണ്ട റോളാണ്. അജിത് സാറിന് പിന്നെ അബ്ബാസിന്
അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പൊതുവെ ശങ്കർ സാറിന്റെ പടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ട് എപ്പോഴും കാസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് വേറെ ആരെങ്കിലും ആയിരിക്കും, പിന്നെ പിന്നെയാണ് ഓരോരാളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തൊക്കെയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, മറ്റേ മൂവിയിലടക്കം മുതൽവനില് ലേറ്റർ ഓൺ അല്ലേ ആദ്യം വന്നത് അർജുനൊക്കെ, അർജുൻ സർജ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നതാന്ന് വെച്ചാൽ പക്ഷെ അജിത് സാറിന് എനിക്ക് ഈ റോളിൽ കാണാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ അദ്ദേഹത്തിന്റെ മൂവീസ് കണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ മങ്ങാത്തമുള്ള പടങ്ങളാണ്. റൊമാൻറ്റിക് പടങ്ങള് കാണാൻ ഞാൻ കണ്ടിട്ടില്ല. റൊമാൻറ്റിക് പടങ്ങൾ ഭയങ്കര റൊമാൻറ്റിക് കണ്ടിട്ടില്ല, കുറെ കേട്ടിട്ടുണ്ട്. അതായത് പക്ഷെ നമ്മള് മറ്റേ പാട്ട് കണ്ടപ്പോ ഭയങ്കരമായിരുന്നു. മറ്റേ NSL പോകിരിന്റെ അകത്ത് ഭയങ്കര രസമായിരുന്നു. ഞാൻ കണ്ടേക്കുന്നത് ഫുള്ള് വില്ലനായിട്ട് എന്താ പറയാ ഭയങ്കര അവസാനം മാറുന്നത് നമുക്ക് ദേഷ്യം തോന്നുന്ന ക്യാരക്ടർ. അപ്പൊ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ കാസ്റ്റിംഗ് ദൈവമേ അത് എങ്ങനെ ഉണ്ടാവുന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കുറെ റൊമാൻറ്റിക് മൂവീസ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് അമർക്കളം പോലുള്ള മൂവീസ്. പിന്നെ എനിക്കറിയില്ല അത് പക്ഷെ കണ്ടുകൊണ്ടേ. ഓക്കെ ഓക്കെ, അപ്പൊ ആ മൂവീസ് ഒക്കെ എനിക്ക് തോന്നുന്നു അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. നമ്മൾ കാണാത്തോട് നമുക്ക് അറിയില്ല, പാട്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആ ഒരു ഒറ്റ പാട്ട് നമ്മളത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് സീൻ. ഈ സീൻ ഒരു രക്ഷ അതിൽ ശരിക്കും ഒറ്റ സ്ട്രെച്ചിലെ നമ്മൾ ഏകദേശം അതുപോലെ കാണുകയും ചെയ്യുന്നു. ഇപ്പൊ ഏകദേശം കണ്ടിന്യൂസ് ഒരു 30 മിനിറ്റ്സ് നമ്മൾ അങ്ങനെ എടുക്കായിരുന്നു. കാരണം അത് അങ്ങനെ കാണാനാണ് രസം. അവർ കാരണം എന്താ പറയുക, പാട്ടിന്റെ മുന്നേ വരെ നമുക്ക് ചില സമയത്ത് നമ്മൾ കട്ട് ചെയ്യാറില്ല. പക്ഷെ ഇപ്രാവശ്യം കട്ട് ചെയ്യാൻ എന്താ പറയുക ഭയങ്കര ഒരു സിംഗിളാ പോണത്, കട്ട് ചെയ്യാൻ തോന്നുന്നു. അടുത്ത സീനിൽ കാണാം.